സായിയുടെ അപ്രോച്ചിനെ കുറിച്ചുള്ള അഭിപ്രായം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പൊ ലൈവില് പുള്ളി പറഞ്ഞൊരു പോയിന്റില് ഞാനൊരു മണി മൈൻഡഡ് സായിയെ കണ്ടു. സായി തന്നെ പറയുന്നു പുള്ളിക്ക് വ്യക്തി ജീവിതമാണ്, പേഴ്സണൽ ലൈഫാണ് എല്ലാം, ഒരു പഴയ സായി കൃഷ്ണനെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് വന്നത് എന്നൊക്കെ. പിന്നെ പൈസ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് ഇപ്പൊ ഇരുന്ന് പറയുന്നു. എനിക്ക് തോന്നുന്നത് പുള്ളി തന്നെ കൺഫ്യൂസ്ഡ് ആണെന്നാണ്. പണപ്പെട്ടിയുടെ കേസ് തന്നെ അവിടെ ഏറ്റവും ആദ്യം ചർച്ചയ്ക്കായിട്ട് എടുത്തിട്ടത് സായിയാണ്. ഇപ്പൊ ഇരുന്ന് പറയുന്നത് കേട്ട് അച്ഛനോടും അമ്മയോടും കണക്ക് ചോദിച്ചു എന്നൊക്കെ. പണത്തിന് മീതെ പരുന്തും പറക്കും എന്ന് പറയുന്നത് വെറുതെ ഒന്നുമല്ല. സായിക്ക് മനുഷ്യനും ആവണം, അതേസമയം പണക്കാരനും ആവണമായിരുന്നു. പണത്തിന് വേണ്ടി വേറുള്ളവരെ സ്കാവൻ ചെയ്തു, പണം ഉണ്ടാക്കി. ഇതിനിടയ്ക്ക് പുള്ളിയുടെ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടു. അതാണ് ഇതിനകത്തെ കാര്യം. ഒരു പ്രത്യേകതരം ഐഡന്റിറ്റി ക്രൈസിസ് ആണ് കേട്ടോ ഇത്. ഈ രീതിയിൽ ഐഡന്റിറ്റി ക്രൈസിസ് ഉള്ള ആരെയും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഗെയിം പരമായിട്ട് ജാസ്മിൻ ഇതിനെ വളരെ മികച്ച രീതിയിൽ ഫ്രെയിം ചെയ്തിപ്പോ പറയുന്നത് കേട്ടില്ല ഇതിനകത്ത്. സായി ഇപ്പൊ നോമിനേഷനിൽ വന്നിട്ട് എത്ര ആഴ്ചയായി സായി? ഇനിയൊരു നോമിനേഷൻ വന്നാൽ സായി വരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇതിനു മുമ്പുള്ള 2 ആഴ്ചയും സായി വന്നിട്ടില്ല. എന്റെ വ്യൂ പോയിന്റിലുള്ള കാര്യങ്ങൾ ഞാൻ പറയും. സായി, നിനക്ക് ആ കല്ല് കിട്ടിയിട്ടും ഡിസേർവിംഗ് ആയിട്ടുള്ള ആരെയും നിനക്ക് തോന്നിയില്ല. ശ്രീരേഖ ചേച്ചി പോകുമെന്ന് നിനക്കറിയാമായിരുന്നു, എന്നിട്ടും നീ അവർക്ക് കൊടുക്കാമെന്ന് വാഗ്ദാനം നടത്തി എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട്. ഇതിൽ തന്നെ വ്യക്തമാണ് ഒരേ സമയം നന്മമരവും പിന്നെ മറ്റേ അഗ്രഗണ്യനും ആവാൻ നോക്കരുത്. രണ്ടിൽ ഒരാളാവുക. ഒന്നെങ്കിൽ ലാലേട്ടൻ പറഞ്ഞ മറ്റേ ഉണ്ണിക്കണ്ണനാകുക, പേഴ്സണൽ ലൈഫിനെ തിരിച്ചു പിടിക്കുക. അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയാണ് വന്നത്, റെക്കോർഡ് റെമ്യൂണറേഷൻ മേടിച്ചു എന്നങ്ങ് സമ്മതിച്ചു തരിക. രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട സായി, രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട. ഉപദേശവും പിന്നെ മറ്റേ രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട.